ഇൻഡിവിജ്വൽ സ്കില്ലും അതായത് ഇൻഡിവിജ്വൽ സിറ്റുവേഷണൽ സ്കില്ലും ഗ്യാങ് സിറ്റുവേഷൻ സ്കില്ലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ സ്കില്ലാണ്. പപ്പു ഈ സൈഡിലോട്ട് നിൽക്കേ. ഇത് നമ്മുടെ പപ്പു. ഓക്കെ, നിങ്ങൾ 3 പേരും ഇതിന് ഉത്തരം പറയണം കേട്ടോ. 3 പേരും ഉത്തരം പറയണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞേ. ഓക്കെ. ഇത് പപ്പു. പപ്പുവിന്റെ ടീച്ചറിൽ പപ്പുവിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, പപ്പുവിന്റെ ഭാര്യ ഒന്ന് കണ്ടേക്ക്. അവന്റെ കണ്ണിൽ വെച്ചേക്കണ നോക്കണ്ട എന്തൊരു കാര്യം. ശരി, അതായിക്കോട്ടെ. അപ്പൊ പപ്പുവാണ്. പപ്പുവിന്റെ വീട്ടിലില്ല. ഓക്കെ, പപ്പു നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ആവശ്യമായിട്ട് പുറത്താണ്. അപ്പൊ പപ്പുവിന്റെ വീട്ടില് പപ്പു തിരിച്ചു വരുന്ന സമയത്ത് പപ്പുവിന്റെ ഭാര്യ മാത്രമുള്ള സമയത്ത് നിക്കി ഇതിനെ കട്ടിലിന്റെ അടിയിൽ പിടിക്കുകയാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് ഫ്ലഫിയും പിടിക്കും. അത് കഴിഞ്ഞിട്ട് സ്നൈപ്പിനെയും പിടിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് പപ്പുവിനെ കൺവിൻസ് ചെയ്യണം ഇതൊരു അവിഹിത ബന്ധമല്ല. ഇത് റാൻഡംലി, ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ പറയും പാല് കൊണ്ട് കൊടുക്കാമെന്നതാണ് നാളെ പപ്പുവിന്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നിക്കിനെ പപ്പുവിന്റെ ഭാര്യയുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിക്ക് എന്ത് പറഞ്ഞായിരിക്കും പപ്പുവിനെ കൺവിൻസ് ചെയ്യുന്നത്? കൺവിൻസ് ചെയ്ത് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പ്ലംബർ എനിക്ക് വിളിച്ചിട്ട് അങ്ങനെ നീ അവിടെ പോയ സമയത്ത് നിന്നെ വിളിച്ചിട്ട് അങ്ങനത്തെ ഒരു ടോപ്പിക് മനസ്സിലായില്ല. അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെന്നുള്ള രീതിയിൽ. അപ്പൊ പപ്പടം വന്ന് ചോദിച്ചോ, എന്താടാ ഇവിടെ എന്ത് പരിപാടിയാണ് നിന്റെ ഇവിടെ? TV വർക്ക് ആവുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതിന് നിന്നെ എന്തിനാ വിളിക്കുന്നേ? വിളിക്കണ്ടേ? TV ഞാനാണ് കേരള വിഷൻ. എന്നാ നീ ഇത് ബെഡ്റൂമിൽ എന്തിനാണ് ബെഡ്റൂം ടിവിയിലല്ലോ? TV ഇവിടെ ഉണ്ട്, ഇവിടെ സൈഡിൽ ഫിറ്റ് ചെയ്യാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാത്ത ആര് പറയുന്നത്? കണ്ട ഭാര്യ പറഞ്ഞത് എല്ലാ കാലത്തും ഫിറ്റ് ചെയ്യോ? കേട്ടാന്നല്ലേ പപ്പു എന്ന് വിളിച്ചത്? ബഹുമാനം കൊടുക്കല്ലേ, ഹൈറാർക്കിയിൽ ഇല്ലാത്ത കാര്യമാണത്. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. നീ സത്യം പറ, സത്യം പറഞ്ഞിട്ട് പോയാ എന്താണ് എനിക്ക് ഇവിടെ പരിപാടി? തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. നിന്നെ കണ്ടിട്ട് അങ്ങനെ കഴിവുള്ള പയ്യനായിട്ട് തോന്നുന്നില്ല. കഴിവുണ്ട്, കഴിവുണ്ടല്ലേ? വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പോരട്ടെ സംസാരിക്കേ. എനിക്കറിയില്ലല്ലോ എത്രയായിരുന്നു? നിന്റെ ഭാര്യ നിനക്ക് അറിഞ്ഞൂടെ? അല്ല, ടി വി ശരിയാക്കാൻ വന്നത്. ടി വി ശരിക്കും എത്രയാന്ന് വെച്ചാ അങ്ങനെ ടി വി ശരിയാക്കാൻ ചോദിക്കണം കേട്ടോ ഇങ്ങനൊരു സാഹചര്യത്തില്. അതിനൊക്കെ ഓരോ വാക്കിനും വരെയുള്ള സാഹചര്യമാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. എത്ര അപ്പേ എനിക്കിത് കുറച്ചുകൂടെ ഒന്നത്തെ നീ സൗണ്ട് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണം. പറഞ്ഞത് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഉദാഹരണത്തിന് പെട്ടെന്ന് നീ വീട്ടിലില്ലാത്ത സമയത്ത് ഇവിടെ കട്ടിലിന്റെ അടിയിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ പാമ്പിനെ കണ്ടുപിടിക്കാൻ കട്ടിലിന്റെ അടിയിൽ ലൈറ്റ് വെക്കാൻ വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. മനസ്സിലായില്ലേ? അപ്പൊ കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് പറയണം. ഇത് സിറ്റുവേഷനിൽ ഈ ഐക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും നമുക്ക്. കാരണം നമ്മൾ അതാണ് അത് വേണം, അത് പയ്യെ വരുത്തിയെടുക്കാം നമുക്ക്. അപ്പൊ അതായത് നമ്മളെ എതിരിൽ നിന്ന് ഒരുത്തം തർക്കിക്കുമ്പോൾ അവൻ അടപടലം മൂഞ്ചിക്കാൻ നമുക്കറിയണം വാക്കുകൊണ്ട്. ഓക്കെ, മാത്രം വെടി വെച്ചില്ലേലും കുഴപ്പമില്ല. അതാണ്. ഇനി ഈ സെയിം സിറ്റുവേഷൻ കൊടുക്കണോ അതോ വേറെ കൊടുക്കണോ? അല്ല, ഈ സെയിം സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷൻ എന്തോ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് തിരിച്ചിട്ടോട്ടെ. തുടങ്ങിക്കോ. എന്താടാ ഇവിടെ കാര്യം? നിന്റെ
പിടിക്കാൻ കേറിയതാ. എന്ത് പിടിക്കാൻ എലി, തോന്നിയ എലി, ദിവസം പറയണോ? എലീനെ, എലി, എലി. എനിക്ക് ഇവിടെ എലിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരെണ്ണം കേറിയായിരുന്നു. നീ പാന്റ് വലിച്ചിട്. എലിയുടെ കാര്യം വയ്ക്കുന്നത് എന്തിനാ തന്നെ? പാൻറ്റൊക്കെ ഇട്ടു, പാൻറ്റൊക്കെ ഇട്ടു. ആ ഇവിടെ നിന്റെയൊക്കെ പരിപാടി ഇവിടെ നടക്കത്തില്ല കേട്ടോ. എന്ത് എന്തോടാ എന്റെ ഭാര്യയുടെ കൂടെ നിന്റെ പരിപാടി? പറഞ്ഞോണോ? ആര്? ഞാൻ വള്ളി എലിയുടെ അല്ല കവർ ഹെൽപ്പ് ചെയ്തതാ. വള്ളി നിർത്താൻ പറഞ്ഞു. സ്നൈപ്പിന് 17 വയസ്സ്, പോസ്കോ നിർത്തിക്കോ. ഓക്കെ നന്നായിട്ട് മാനേജ് ചെയ്തു. നന്നായിട്ട് നീ എവിടുന്നാണ് ഇതൊക്കെ കൊണ്ടുവരണ ബാബു? കൊണ്ടുപോകും. സീനാണ്. നീ ഒരെണ്ണം പറ. അങ്ങനത്തെ വേണം, കുറച്ച് നോർമൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അപ്പൊ നല്ലൊരു ഒരു കാര്യം കൂടെ നിങ്ങളിപ്പോ സ്നൈപ്പും ഫ്ലഫിയും നിക്കും ഒരുമിച്ച് കുറെ നാളായിട്ട് കൂട്ടുകാരായിട്ട് നിന്ന ആൾക്കാരാ എന്ന് വിചാരിക്കാം. ഒരുമിച്ച് കൂട്ടുകാരായിട്ട് നിന്നതായെന്ന് വിചാരിക്കാം. കൂട്ടത്തിലെ സ്നൈപ്പ് നിങ്ങളെ ചതിച്ച് അപ്പൊ നിങ്ങൾ 3 പേരോടുള്ള സ്നൈപ്പുമായിട്ട്, നിങ്ങൾ 2 പേര് സ്നൈപ്പുമായിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അതായത് എന്തെങ്കിലും ഗ്യാങ്ങിന്റെ ഇതിലൊന്നും അപ്പുറത്തെ ഗ്യാങ്ങിന് വേണ്ടി ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും സിറ്റിയിൽ ആമോ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മുടെ ഗ്യാങ് ഹൗസിന് ആമോ എടുത്ത് വേറെ ഗ്യാങ്ങിനെ കൊടുത്തു. ഫൈറ്റിന് നമുക്ക് ആമോ ഇല്ല. ഇത് ഞാൻ ഇന്നലെ ചെയ്തേനെ, അതുകൊണ്ടാണ്. അപ്പൊ തുടങ്ങിക്കോ.